നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നേ നമുക്ക് കുന്തിയുടെ കഥ തന്നെ ഒന്ന് തുടരാം. അതായത് ദുർവാസാവ മഹർഷി നമ്മുടെ കുന്തിക്ക് ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമ്മളുടെ ശൂരസേന മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കുന്തിഭോജൻ്റെ കൊട്ടാരത്തിലേക്ക് നമ്മുടെ പൃഥ പറിച്ചു നടപ്പെട്ടു. അപ്പം പൃഥ മാറി കുന്തിയായി. 4-5 വയസ്സുള്ളൊരു കുട്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞതോടുകൂടി ആ കുട്ടി ഈ കൊട്ടാരവുമായിട്ട് ഇണങ്ങി ചേർന്നു. ഇവിടുത്തെ അച്ഛനെ സ്വന്തം അച്ഛനായിട്ട് കരുതി. എന്ന് തന്നെ എല്ലാ ദിവസം കഴിയുന്തോറും ആ കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും കണ്ണിലുണ്ണിയായി നമ്മളുടെ കുഞ്ഞ് കുന്തി. കാരണം ഈ കുട്ടിയുണ്ടല്ലോ, എന്ത് കാര്യം ഏൽപ്പിക്കണ്ട, എന്താണേലും അവൾ സ്വയം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ടത് ചെയ്തു തീർക്കും. രാജാവിനാണെങ്കിൽ മകളെപ്പറ്റി എന്തോ ഒരു അഭിമാനമാണെന്ന് വെച്ചാൽ പറയണ്ട. കാരണം ഇത്ര നല്ല ഒരു കഴിവുള്ള, നല്ലതെന്ന് വെച്ചാൽ സ്വഭാവത്തിൽ മാത്രമല്ല, സ്വഭാവശുദ്ധിയിൽ മാത്രമല്ല, എല്ലാ വിധത്തിലും നല്ല കഴിവുള്ള ഒരു കുട്ടിയായിട്ടാണ് വളർന്നത്. ഒരു 10-12 വയസ്സായി. അപ്പോഴും ഏത് കാര്യമാണെങ്കിലും ഉണ്ടല്ലോ, അവിടെ അതാരാ ചെയ്യാനുള്ളത്, അല്ല അവിടെ കുന്തി ഉണ്ടോയെന്ന് എന്നാൽ പിന്നെ ആരും നോക്കണ്ട. കാരണം ഏത് കാര്യത്തിനും അത്ര മിടിക്കുകയാണ് നമ്മുടെ കുന്തി. അങ്ങനെ ഇരുന്നപ്പം ഒരു ദിവസം ദുർവാസാവ മഹർഷി അവിടെ വന്നു. ദുർവാസാവിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലല്ലോ. എപ്പോഴാണ് കോപം വരിക, നാവിൽ നിന്ന് എപ്പോഴാണ് ശാപവാക്കുകൾ വരിക എന്നൊക്കെ ആർക്കും നിശ്ചയമില്ല. അങ്ങനെ ഒരാളാണ് അദ്ദേഹം. വന്നു വേഗം മഹാരാജാവ് വളരെ സന്തോഷത്തോടു കൂടി എല്ലാ ഉപചാരങ്ങളും ചെയ്തു, സ്വീകരിച്ചു. അന്ന് പോകുമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ വൈകുന്നേരം ആയപ്പം രാജാവിനോടൊരു കാര്യം പറഞ്ഞു. നാളെ മുതൽ ഞാൻ ചാതുർമാസ്യം അനുഷ്ഠിക്കുകയാണ്, അത് ഇവിടെ വെച്ചാകാമെന്നാണ് വിചാരിക്കണമെന്ന് പറഞ്ഞു. പോരേ പുകിൽ അദ്ദേഹത്തോട് എന്തെങ്കിലും അനിഷ്ടം കാണിക്കാൻ പറ്റുമോ, പറയാൻ പറ്റുമോ? അല്ലെങ്കിലും അത് അതിഥി മര്യാദയ്ക്ക് ചേർന്നതുമല്ലല്ലോ, അതൊരു മഹർഷിയല്ലേ വന്നിരിക്കുന്നത്, നിസ്സാരക്കാരനൊന്നുമല്ല. അപ്പോൾ ഉടനെ തന്നെ രാജാവ് പറഞ്ഞു, അത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുന്നു, ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 4 മാസം അദ്ദേഹം ഇവിടെയായിരിക്കും, ഈ കൊട്ടാരത്തിലായിരിക്കും. ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരൊറ്റ ആശ്വാസമുള്ളത് എന്നാണെന്നറിയോ, മോളുണ്ടല്ലോ കുന്തി. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ മഹർഷിമാരും സന്യാസിമാരും ഒക്കെ വന്നാൽ അവരെ ശുശ്രൂഷിക്കാനായിട്ട് അവിടുത്തെ കന്യകളെ തിരഞ്ഞെടുത്ത് അവരാണ് ശുശ്രൂഷിക്കാറുള്ളത്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, അർജുനൻ സന്യാസിയായിട്ട് വന്നപ്പോൾ ഇത് ശുശ്രൂഷിക്കാനായിട്ട് സുഭദ്രയെ ഏൽപ്പിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും രാജാവ് മോളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതറിഞ്ഞ് വേഗം മോളെ വിളിച്ചു എന്നറിഞ്ഞ്, മോളെ നമ്മുടെ ദുർവാസാവ മഹർഷി വന്നത് മോള് കണ്ടല്ലോ ഇല്ലേ? അച്ഛാ, ഇനി നാളെ മുതൽ അദ്ദേഹം ഒരു 4 മാസം ഇവിടെ കാണും. അദ്ദേഹം ഒരു വ്രതം ആചരിക്കുകയാണ് ഇവിടെ വെച്ച്. അതുകൊണ്ട് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും എൻ്റെ മോള് ചെയ്തു കൊടുക്കണം. അദ്ദേഹത്തിന് ഒരു ഇഷ്ടക്കേടും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇല്ല അച്ഛാ, ഞാനതൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ ഈ കുട്ടിയുടെ ശുശ്രൂഷയാണ് അദ്ദേഹത്തിന്. ശുശ്രൂഷ എന്ന് തന്നെ എല്ലാ പരിചരണവും. കാരണം പക്ഷേ അദ്ദേഹം കണ്ട ഒരു അത്ഭുതമായിട്ടുള്ള കാര്യം എന്നാണെന്നറിയാം, വേറെ ആരുമല്ല, അവിടെ ദുർവാസാവ മഹർഷി നോക്കിയപ്പോഴല്ല അദ്ദേഹം വിചാരിക്കുക, കുറച്ച് വെള്ളം ബാക്കി ചിന്തിക്കണ്ട, കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന്, വെള്ളം വേണമെന്നാണ് ആഗ്രഹിച്ചത്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും അവിടെ വെള്ളവും നമ്മുടെ കുന്തി റെഡിയാണ്. അതുപോലെ വെള്ളപ്പൂക്കൾ കുറച്ചുകൂടെ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും വെള്ളപ്പൂക്കളുമായിട്ട് കുന്തി വരുന്നു. അങ്ങനെ ഏത് കാര്യത്തിലും ഓട്ടി നടന്ന് ഈ മഹർഷിയുടെ എല്ലാ ഇഷ്ടങ്ങളും അനുസരിച്ച് ചെയ്യുന്നു. യാതൊരു ഇതുമില്ല.
മഹർഷിക്കാണെങ്കിൽ മനസ്സിൽ നല്ല സന്തോഷമായിട്ടോ. കാരണം ഇത്ര ഒരു നല്ല കുട്ടിയെ ഇതുവരെ കണ്ടിട്ടില്ല അദ്ദേഹം. കാരണം എപ്പോഴും ഏത് കാര്യത്തിലും സന്നദ്ധയാണ്, എന്ത് ചെയ്യുന്നതിനും അദ്ദേഹത്തെ ഉപചരിക്കുന്നതിനുമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം, ഇത് ഒരു കഥ കേട്ടതാണ് കേട്ടോ, ഇനി ഇത് മഹാഭാരതത്തിലുണ്ടോയെന്ന് എനിക്ക് നിശ്ചയമില്ല, ബാക്കിയെല്ലാം മഹാഭാരതത്തിലുള്ളതാണ്. ഒരു ദിവസം വെളുപ്പിന് ഒരു 3 മണിയായപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ആരോട് പറയാനേ, 3 മണിക്ക് കാര്യം കൊട്ടാരത്തിൽ എണ്ണക്കാരുമൊക്കെ ഉണ്ട്, പക്ഷേ അവരാരെങ്കിലും ഈ സമയത്ത് ഉടനെ തന്നെ ഈ കുന്തി തന്നെ വേഗം പോയി അദ്ദേഹത്തിനുള്ള ഭക്ഷണം എല്ലാം അദ്ദേഹം കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുത്തു, എല്ലാം കൊണ്ടുവച്ചു. അപ്പോൾ അത് വിളമ്പാനായിട്ടേ അതിനുള്ള അൻസാരികളൊന്നും കണ്ടില്ല, അവിടെ ഇല്ലായിരുന്നു. അപ്പം ഉടനെ തന്നെ ഈ കുട്ടി എന്ത് ചെയ്യുന്നറിയോ, കുനിഞ്ഞ് നിന്നിട്ട് ഈ കുട്ടിയുടെ പുറത്തത് വിളമ്പിയെന്നാണ്, മറ്റുള്ളവരെ കൊണ്ട് വിളമ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടല്ലോ, അവിടെ മുഴുവനും പൊള്ളി കൊമളിച്ചത് ചൂടൻ ഭക്ഷണമല്ലേ അങ്ങോട്ട് വിളമ്പിയത്. അത് ഇദ്ദേഹം അത് മനസ്സിലാക്കുകയും ചെയ്തു. ഈ കുട്ടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം മഹർഷി വിളിച്ചു, മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞു. വേഗം മോളിൽ ചെന്നു. ഉടനെ തന്നെ അദ്ദേഹം കൈ പതുക്കിയൊന്ന് ഓടിച്ചു. നേരത്തേക്കും എല്ലാ വേദനയും പോയി, എല്ലാ വടുക്കളും മാഞ്ഞു, ആ പുറം വീണ്ടും സുന്ദരമായി. കാരണം മഹർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്ത ആളൊന്നുമല്ല, ത്രികാലജ്ഞാനിയും കൂടെയാണ്. അങ്ങനെ 4 മാസത്തെ വ്രതത്തിൻ്റെ പര്യവസാനമായി. ആ ദിവസം വേഗം കുന്തിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്. കാരണം ഇത്ര നന്നായിട്ട് പരിചരിക്കുകയും പ്രത്യുൽപ്പന്നമതിയായിട്ടുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. പ്രത്യുൽപ്പന്നമതി എന്ന് പറഞ്ഞാൽ കണ്ടറിഞ്ഞ് ചെയ്യുന്നയാൾ. സന്തുഷ്ടനായ മഹർഷി ഒരു വരം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈ കുട്ടി പറഞ്ഞു, അതൊന്നും വേണ്ട, അങ്ങേ ശുശ്രൂഷിക്കാൻ എനിക്കൊരവസരം കിട്ടിയത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്ന മഹർഷി എന്ന് പറഞ്ഞ് തൊഴുതു നമസ്കരിച്ചു. അതേപോലെ മോളെ, അത് പറ്റില്ല, എന്തെങ്കിലും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ചെയ്യണം, ഇതുപോലെ എത്രയും നല്ലൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മോളിങ്ങ് അടുത്തേക്ക് വരാൻ പറഞ്ഞു. വേഗം നമ്മുടെ കുന്തി അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വേഗം പറഞ്ഞു, ഞാൻ നിനക്കൊരു മന്ത്രം ഉപദേശിച്ചു തരാൻ പോവുകയാണ്. ഈ മന്ത്രം ഉപദേശിച്ച കാര്യം വേറെ ആരും അറിയരുത്, ആരോടും പറയുകയൊന്നും ചെയ്യരുത്, നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഉപയോഗിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ മന്ത്രം ജപിച്ചിട്ട് ഏതെങ്കിലും ഒരു ദേവനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം വരും, നിനക്ക് അദ്ദേഹത്തിൻ്റെ അതിശക്തനായ ഒരു സൽപുത്രൻ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദുർവാസ മഹർഷി പോയി. ആ കഥയൊക്കെ അവിടെ തീർന്നു. കുന്തി അങ്ങനെ ആ വീട്ടിൽ വീണ്ടും യാതൊരു അല്ലലുമില്ലാതെ സന്തോഷവതിയായിട്ട് കഴിഞ്ഞു. ഇതിൻ്റെ കാര്യമൊന്നും ഓർക്കണേയില്ല. പിന്നെ ഈ പറഞ്ഞത് എന്താണെന്ന് മുഴുവനായിട്ട് ഉൾക്കൊള്ളാനും ഈ കുട്ടിക്ക് പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞു ഒരു 10-18 വയസ്സായി. ആ സമയത്ത് ഒരു ദിവസം കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഇങ്ങനെ മട്ടുപ്പാവിൽ നിന്ന് മുടിയൊക്കെ ചെയ്യിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ സൂര്യൻ ഉദിച്ചുയരുകയാണ്. അപ്പോഴത്തെ ആ വർണ്ണമൊക്കെ നമുക്കറിയാമല്ലോ, എന്ത് ഭംഗിയാണ് കാണാനാണെന്ന്. അപ്പോൾ അതിലിങ്ങനെ നോക്കിയപ്പം ആ സൂര്യദേവൻ്റെ ആ ഒരു രൂപം ഈ കുട്ടിയുടെ മനസ്സിൽ വന്നു. വേഗം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, മഹർഷി പറഞ്ഞ മന്ത്രം അങ്ങോട്ട് ജപിച്ചിട്ട് സൂര്യദേവനെ ധ്യാനിച്ചു. അതോടുകൂടി അദ്ദേഹത്തെ ആവാഹിച്ചു. അങ്ങനെ പറഞ്ഞ നിമിഷം കൊണ്ട് സൂര്യദേവൻ കുന്തിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ, കൊച്ചിനുണ്ടായ ഒരു വിഷമമൊന്നും പറയണ്ട, അയ്യോ ഇതിപ്പോൾ ഞാനെന്താ ചെയ്യണേ? വേഗം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊന്നും അറിയാതെ ജപിച്ചു പോയതാണ് ആ മന്ത്രം എന്ന് പറഞ്ഞു. അതെന്തായാലും കുഴപ്പമില്ല, പക്ഷേ വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് വന്ന കാര്യം നടത്താതിരിക്കാൻ എനിക്ക് പറ്റില്ല, ആ മന്ത്രത്തിന് അങ്ങനെയാ ശക്തി എന്ന് പറഞ്ഞു. എന്തായാലും നമ്മുടെ കുന്തിക്ക് സൂര്യ തേജസ്സുള്ള, അതുപോലെ തന്നെ കുണ്ടലങ്ങളും, പിന്നെ ദേഹത്ത് കവചം, അതായത് സ്വർണ്ണ പടച്ചത്ത ചട്ട അതേ ശരീരത്തോട് തന്നെ ചേർന്ന് കിടക്കുന്നതാണ്. അങ്ങനെയുള്ള പടച്ചട്ടയുമായിട്ട് അതിസുന്ദരനായ, ഏറ്റവും ഓമനത്വം തോന്നുന്ന ഒരു ഉണ്ണി പിറന്നു.
അന്നേരത്തേക്ക് സൂര്യദേവൻ പോവുകയും ചെയ്തു. ആകപ്പാടെ വിഷമമായി. ഇനി ഞാൻ ഈ കുട്ടി എന്ത് ചെയ്യണം ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിക്ക് ഒരു കുഞ്ഞുണ്ടായാൽ എന്താ അവസ്ഥ? പണ്ടൊരു കഥയെ പറയുന്ന പോലെ അച്ഛനറിഞ്ഞാൽ കുറ്റമുണ്ട്, അമ്മയറിഞ്ഞാൽ കുറ്റമുണ്ട്, ആങ്ങളമാരറിഞ്ഞാൽ കുറ്റമുണ്ട്. എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പം വേഗം നമ്മുടെ കൈകേയിക്ക് മന്ധരയില്ലായിരുന്നു, അതുപോലെ ഈ കുട്ടിക്കും ഒരു ധാത്രിയുണ്ട് അവിടെ കൊട്ടാരത്തിൽ. ആ ധാത്രി അറിഞ്ഞു. വേഗം ധാത്രി അതിനൊരു പ്രതിവിധി ചെയ്തു. മറ്റൊന്നുമല്ല, ഒരു പെട്ടിയിൽ ഈ കുഞ്ഞിനെ എടുത്ത് ഗംഗാനദിയിൽ കൂടി അങ്ങ് ഒഴുക്കി. അതങ്ങനെ ഒഴുകി ചെല്ലുമ്പോൾ അതിരഥൻ എന്ന് പറഞ്ഞ ഒരു സൂതൻ, ഒരു തേരാളി കുളിക്കുകയായിരുന്നു. ഈ കുട്ടിയെ ആ പെട്ടിയിൽ എന്നാ നോക്കിയപ്പം ഒരു അതിമനോഹരമായ ഓമനത്വമുള്ള ഒരു കുഞ്ഞാണ്, ഒരു ആൺകുഞ്ഞാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് രാധ എന്നാണ്. ഇവർക്ക് കുട്ടികളില്ല. അപ്പോഴത്തേക്കും ഭഗവാൻ തന്ന ഒരു നിധിയാണെന്ന് വിചാരിച്ച് അവരാ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി വളർത്തി. ഈ കുഞ്ഞിനെ ഇങ്ങനെ ഒഴുക്കി വിടുന്നത് കണ്ടുകൊണ്ട് നിന്ന ആ കുന്തിയുടെ മനസ്സുണ്ടല്ലോ, അങ്ങ് നീറിപ്പിടയാൻ തുടങ്ങി. കാരണം എന്തായാലും ഇത്രയും നല്ലൊരു എൻ്റെ ഒരു കുഞ്ഞ് അതങ്ങനെ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഈ ഒരു പിടച്ചിൽ, മനസ്സിൻ്റെ ഈ ഒരു പിടച്ചിൽ കുന്തിയുടെ മരണം വരെ പിന്തുടരുന്നുണ്ടായിരുന്നു. പിന്നെയുള്ള സംഭവവികാസങ്ങൾ അതൊക്കെയാണല്ലോ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ കർണൻ്റെ ജനനം ഇങ്ങനെയായിരുന്നു. ഇനി വേറൊരു കഥയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.